സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മഴ മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ തീരങ്ങളിൽ കടൽക്ഷോഭമോ അല്ലെങ്കിൽ കാറ്റോ അതുമായി ബന്ധപ്പെട്ട ഭീഷണികളില്ല എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. അതേസമയം മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ ഇടിമിന്നലിന്റെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണമെന്നതാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മിക്ക ജില്ലകളിലും ഇപ്പോഴും ശക്തമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പകൽ സമയങ്ങളിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുന്നതിനാൽ തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതും അനിവാര്യമാണ്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആകട്ടെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, അതുപോലെ തന്നെ നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ്. അതായത് പകൽ സമയത്ത്, അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി തന്നെ ചൂടേൽ അല്ലെങ്കിൽ വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. ഇത് അതായത് ഈ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ദാഹമില്ലെങ്കിൽ പോലും കുടിവെള്ളം അത് തുടർച്ചയായി തന്നെ കുടിക്കേണ്ടതും അനിവാര്യമാണ്. പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കാനും ശ്രമിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ പകൽ സമയത്ത് കുടിക്കുക അരുതാണ്. അത് ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. മാത്രമല്ല അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കാൻ ശ്രമിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുകയോ അല്ലെങ്കിൽ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും കൂടുതൽ നല്ലതായിരിക്കും. മാത്രമല്ല അത് കഴിഞ്ഞ് വൈകുന്നേര സമയമാകുമ്പോഴാണ് കൂടുതലായി തന്നെ മഴ ശക്തമാകുന്നത്. മഴയോടൊപ്പം തന്നെ എത്തുന്ന ഇടിമിന്നൽ അതിലേറെ തന്നെ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്ക് പോലും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏതൊരു തരത്തിലുള്ള വീട്ടുപകരണങ്ങൾക്ക് പോലും വലിയ നാശനഷ്ടങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ള സമയത്ത് ജാഗ്രത അത്യാവശ്യമാണ്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ തന്നെ തുറന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും, അതായത് ഇത്തരത്തിൽ മരങ്ങൾക്കിടയിൽ നിൽക്കുന്നതും ഏറ്റവും ഒഴിവാക്കേണ്ട ഒരു അവസരമാണ്. ഇടിമിന്നൽ സമയത്ത് വീട്ടിനുള്ളിൽ തന്നെ തുടരണമെന്നും വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്രയാകട്ടെ ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് അഭയം തേടുകയും വേണ്ടതും അനിവാര്യമാണ്. മാത്രമല്ല ഇടിമിന്നലിൽ നിന്ന് അവിടെ സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാ ചാലകം സ്ഥാപിക്കണം. അതേപോലെ വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി തന്നെ അവിടെ സാച്ച് പ്രൊട്ടക്ടർ ഘടിപ്പിക്കുകയും വേണം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളൽ ഏൽക്കുകയോ അല്ലെങ്കിൽ കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാമെന്നും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. മിന്നലാഘാതം ഏറ്റ ആളിൻ്റെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ പ്രാഥമികമായ ശുശ്രൂഷ നൽകുവാനും അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. മാത്രമല്ല ഇത്തരത്തിൽ ഇത് ചെയ്യുവാൻ ഒരിക്കലും മടിക്കരുത് എന്നും ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.